ഈ ബഡ്ജറ്റിനെ അനുകൂലിച്ചുകൊണ്ട് അങ്ങേക്ക് 11 മിനിറ്റ്. സർ, ചട്ടം 118 പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം നമ്മളെല്ലാം ഐകകണ്ഠ്യേന ഈ സഭ അംഗീകരിച്ചിരിക്കുകയാണ്. അതിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് CM സൂചിപ്പിച്ചു. അതിൻ്റെ വീതം സംസ്ഥാനം എടുക്കേണ്ട കാര്യം 60-40 മാറ്റുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേരളത്തിൻ്റെ ബഹുമാന്യനായ ധനകാര്യമന്ത്രി പുതുതായി 1000 കോടി രൂപയാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഈ ചർച്ചയിലൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഒരു ഗാന്ധിവധം വീണ്ടും നടക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കുന്ന നിലപാട്. യഥാർത്ഥത്തിൽ അവരാഗ്രഹിക്കുന്നത് വി വിനായകയായും ജി ഗോഡ്സെയായും റാംജി നാത്തൂറും ജിയായും ഇതിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്താകമാനം തന്നെ നമ്മുടെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് തൊഴിൽ കിട്ടുന്ന ഒരു മേഖലയെ തകർത്ത് ഇല്ലാതാക്കുന്ന ശ്രമം നടത്തുമ്പോൾ കേരളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രമേയത്തിൽ സൂചിപ്പിച്ചതുപോലെ 100% ജോലി നൽകുന്ന സംവിധാനം ഒരുക്കിക്കൊണ്ട് ഒരു പുതിയ തൊഴിൽ മേഖലയാക്കി അതിനെ മാറ്റി മാന്യമായ അംഗീകാരം തൊഴിൽ രംഗത്ത് സ്ത്രീകൾക്ക് ലഭിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. സർ, കേരളം കടക്കെണിയിലാണ് എന്ന് വിളിച്ച് പോകുന്ന ആളുകൾ കേന്ദ്ര സർക്കാരിൻ്റെ കടബാധ്യത കണ്ണു തുറന്ന് കാണേണ്ടതുണ്ട്. 2025-26 മൊത്തം കടം GDP അനുപാതം 56.1% ഉയർന്നു. അടുത്ത സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിക്കുന്നത് 55.6%. എന്നാൽ കേരളത്തിൻ്റെ 2024-25 വായ്പ GSDP അനുപാതം 24.83% കേരളത്തിനെതിരെ വ്യാപകമായ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ബജറ്റ് 4.3% ധനക്കമ്മി കാണിക്കുമ്പോൾ കേരളം 2026-27 കണക്കാക്കിയിരിക്കുന്നത് 3.8%. കേരളം സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നില്ല എന്ന രാഷ്ട്രീയ വിമർശനം നിരന്തരം BJPയും UDFും ഈ സഭയിൽ ഉൾപ്പെടെ ഉയർത്തുമ്പോൾ കണക്കുകളിൽ സത്യം തിളങ്ങുന്നില്ല. സർ, കേന്ദ്രം കടമെടുക്കുമ്പോൾ അത് പുണ്യവും കേരളത്തിൻ്റെ കാര്യത്തിൽ അത് പാപമായി മാറുന്നതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല. സർ, വിവിധ പദ്ധതികളിലൂടെയായി വൈവിധ്യപൂർണമായ ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ബജറ്റ് അവതരണത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി എ ന്യൂ നോർമൽ. അതിൻ്റെ ഭാഗമായി എല്ലാ മേഖലയെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടൊരു പുതിയ കേരളം സൃഷ്ടിക്കാനുള്ള പദ്ധതികളാണ് അദ്ദേഹത്തിൻ്റെ 6 ബജറ്റിലൂടെയും നമുക്ക് കേരളത്തിൽ കാണാൻ കഴിഞ്ഞത്. സാമ്പത്തിക ഞെരുക്കത്തിൽപ്പെട്ട് എന്ത് ചെയ്യുമെന്ന് UDF ആലോചിച്ച സമയത്താണ്, കാരണം കരിമ്പിൻ തോട്ടത്തിൽ കയറിയ ആന പോലെയാക്കിയ ഈ കേരളത്തെ ഇന്ന് ഇവരെല്ലാവരും ചർച്ച ചെയ്യുന്നത് പോലെ ഇത്തരമൊരു കേരളമാക്കി മാറ്റിയെടുക്കുന്നതിൽ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിലൂടെയും കിഫ്ബിയിലൂടെയും നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളല്ലാത്ത 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള സഹോദരിമാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് 1000 രൂപ കൊടുക്കുന്നത് എത്രമാത്രം ക്ഷേമകരമായ ഒരു കാര്യമാണ്. പ്രതിമാസം 1000 രൂപ എന്ന നിലയ്ക്ക് അവർക്ക് കിട്ടുന്നു. തൊഴിലിനായി പഠനം കഴിഞ്ഞ് വിവിധ പരിശീലനങ്ങൾ ഏർപ്പെടുന്ന ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്ന് പറയാം 1000 രൂപ നൽകുന്ന പദ്ധതി ഇതെവിടെയും കാണാൻ കഴിയുമോ? UDFിന് ചിന്തിക്കാൻ കഴിയുമോ? അതേപോലെ കുടുംബശ്രീ ADSകൾക്ക് 2025 നവംബർ 1-ാം തീയതി മുതൽ പ്രതിമാസം 1000 രൂപ പ്രവർത്തന ഗ്രാൻഡ് 19,470 ADSകൾക്ക് ഈ പ്രയോജനം ലഭിക്കുന്നു എന്നത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി ലോകത്തിലെ മാതൃകയായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ ശക്തി എത്രമാത്രം പ്രാപിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനെ പരാജയപ്പെടുത്താൻ ഗ്രഹശ്രീ ആരംഭിച്ച UDFിനെ സംബന്ധിച്ച് തീർച്ചയായും അവർക്ക് വിരളി ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും ഇത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ കാര്യം ഇവിടെ വളരെയേറെ ആളുകൾ പ്രതിപാദിച്ചതാണ്. തീർച്ചയായും അതിൻ്റെ ഭാഗമായി ഒരു വലിയ മാറ്റം ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. LDF വരുമ്പോൾ മാത്രമാണ് UDF ഉണ്ടാക്കുന്ന കുടിശ്ശിക നമുക്ക് കൊടുത്തു തീർക്കാൻ കഴിയുന്നത്, ജനങ്ങൾക്ക് കിട്ടുന്നത്. VS ഗവൺമെൻറ് വന്നപ്പോഴാണ് അതുവരെയുള്ള കുടിശ്ശിക 28 മാസത്തേത് കൊടുത്തത്. കഴിഞ്ഞ് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നപ്പോഴാണ് പ്രകടന പത്രികയിൽ സൂചിപ്പിച്ചതുപോലെ 600
കുടിശ്ശിക 18 മാസത്തെ നൽകുകയും അത് 1600 വർദ്ധിപ്പിച്ച് നൽകുകയും ഇപ്പം 2000 അത് എത്തിക്കുകയും ചെയ്തത്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനിയും വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്. അങ്ങനെ അതിൻ്റെ ഒരു വലിയ പദ്ധതികളിലൂടെ എത്ര ലക്ഷം പേർക്കാണ് സർ പണം ലഭിക്കുന്നത്, എത്ര കുടുംബങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്നത്? അങ്ങനെ എണ്ണി പറയാവുന്ന എത്രയോ ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 14,500 കോടി രൂപയാണ് അതിന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി വകയിരുത്തിയിട്ടുള്ളത്. അതിൽ അങ്കണവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, സാക്ഷരതാ പ്രേരകന്മാർ, ആശാവർക്കർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ, പ്രീ അധ്യാപകർ, ആയമാർ തുടങ്ങിയവരുടെ എല്ലാം ഓണറേറിയം വർദ്ധിപ്പിച്ചു. ഈ കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതാണ്. സർ, അതിലൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തുകളിൽ ഒരു ശിശുമന്ദിരത്തിൽ ബാലവാടി ടീച്ചർമാരുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അവർക്ക് നേരത്തെ നമ്മൾ വർദ്ധിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് പൈസ. പക്ഷേ അത് ഈ ബജറ്റിലൊന്ന് പറ്റുമെങ്കിൽ വർദ്ധിപ്പിക്കാനൊരു ശ്രമം നടത്തണം. അവരും ഇതേപോലെ ഏറ്റവും ബുദ്ധിമുട്ടുന്നവരാണ്. സ്കീം തൊഴിലാളികളുടെ വിഷയത്തിൽ ഒട്ടേറെ സമരം നമ്മളെ സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ നടന്നിരുന്നല്ലോ. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അവിടെ പോയി അഭിവാദ്യം ചെയ്ത വാർത്തകളൊക്കെ നമുക്കന്ന് കാണാൻ കഴിഞ്ഞിരുന്നു. സർ, ഇന്നേ വരെ അന്ന് കേന്ദ്ര ഗവൺമെൻറ് നൽകിയ ഒരു പൈസ പോലും വർദ്ധിപ്പിക്കാൻ അവർ തയ്യാറായില്ല. എല്ലാ വർഷവും കേരളത്തിലെ ഗവൺമെൻറ് അവർക്ക് 1000 രൂപ വീതം വർദ്ധിപ്പിച്ച് നൽകുകയാണ്. ഈ വർഷവും അത് നൽകി. നമ്മുടെ ആവശ്യം അവർ സ്കീം തൊഴിലാളികൾ എന്നുള്ളത് മാറി തൊഴിലാളികളെ അംഗീകരിക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ മിനിമം വേജസ് അവർക്ക് നൽകാൻ കഴിയുമെന്നുള്ളതാണ്. തീർച്ചയായും അവരെ ഈ വർഷവും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവർക്ക് LDFൻ്റെ നയം എന്ന നിലയ്ക്ക് ഇടതുപക്ഷം എക്കാലത്തും എടുത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അംഗൻവാടി വർക്കർമാർ വേതനത്തിലും 1000 രൂപ മാസത്തിൽ വർദ്ധിപ്പിക്കുന്നു. ഹെൽപ്പർമാരുടെ കാര്യവും അതേപോലെ തന്നെ 500 രൂപ. ആശാ വർക്കർമാർ നേരത്തെ സൂചിപ്പിച്ച് ഞാൻ പറഞ്ഞു 1000 രൂപ മാസത്തിൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രീ പ്രൈമറി ടീച്ചർമാർക്ക് 1000 ഉണ്ട്. പാചക തൊഴിലാളികൾക്ക് 25 രൂപ ഉണ്ട്. സാക്ഷരതാ പ്രേരകന്മാരുണ്ട്. ജീവനക്കാരുടെ DA അതായിരുന്നു വലിയ പ്രശ്നമായി UDF കൊണ്ടുവന്നത്. ഈ ശമ്പളത്തിൽ ആദ്യം ഒരു ഗഡു കിട്ടുന്നു, ബാക്കിയെല്ലാം മാർച്ച് മാസത്തെ ശമ്പളത്തോടു കൂടിക്കും കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. സർ, UDFൻ്റെ ഭരണകാലത്ത് ട്രഷറികൾ പൂട്ടിക്കിടന്ന കാലമായിരുന്നല്ലോ ഏറെ. ട്രഷറി പൂട്ടാതെ സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. സർ, പവർ കട്ടില്ല, പവർ ഷെഡിംഗ് ഇല്ല. UDFൻ്റെ കാലത്ത് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഗാർഹിക മേഖലകളിലും വ്യാവസായിക മേഖലയും തകർന്ന് തരിപ്പണമായില്ലേ? അപ്പോൾ ആ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്തൊരു സാഹചര്യം വന്നു. പാഠപുസ്തകം അവസാന വർഷ പരീക്ഷയ്ക്ക് എഴുതുമ്പോഴും പോലും കിട്ടാത്ത സാഹചര്യത്തിൽ മാറി പാഠപുസ്തകം നേരത്തെ കൊടുക്കുന്ന നിലപാടുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞു. ആശുപത്രികൾ അടഞ്ഞു കിടന്നു. ഇപ്പോൾ പ്രൈമറി PHC ഉൾപ്പെടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. ചികിത്സാ സംവിധാനത്തിൻ്റെ മാറ്റം നമുക്ക് പൊതുസമൂഹത്തിന് അറിയാവുന്നതാണല്ലോ. PSC നിയമനം UDF ഗവൺമെൻറ് കാലത്ത് നിരോധിച്ചതായിരുന്നു, റിക്രൂട്ട്മെൻറ്റ് നിരോധനം. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ആകെ നിയമനം നടത്തുന്നതിൻ്റെ 60% നിയമനം നടത്തുന്നത് ഈ കേരളത്തിലാണ് എന്ന വസ്തുത അഭിമാനപൂർവ്വം കേരളത്തിലെ ചെറുപ്പക്കാർക്ക് പറയാൻ കഴിയുന്നതല്ലേ? സർ, ശാന്തമായ അന്തരീക്ഷത്തിൽ ഇന്ന് കേരളത്തിലെ സമൂഹത്തിന് ജീവിക്കാൻ കഴിയുന്നുണ്ട്. കലാപങ്ങളില്ലാത്ത 10 വർഷമായല്ലോ ഇത്. വർഗീയ കലാപങ്ങളില്ല, മറ്റ് സംഘർഷങ്ങളില്ല. അതല്ലേ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിനോടൊപ്പം നടക്കേണ്ടത്. മാന്യമായി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നത് നിസ്സാരമായ കാര്യമാണോ? UDFൻ്റെ കാലത്ത് എവിടെയെല്ലാം കലാപങ്ങൾ, ഗുണ്ടകളുടെ വിളയാട്ടമൊക്കെ ആയിരുന്നില്ലേ? സർ, അധിക വരുമാനം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളെ സമയക്കുറവുകൊണ്ട് ഞാൻ പോകുന്നില്ല. സർ, ഒരു പ്രധാന കാര്യം കോവിഡിൻ്റെ കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി, ചികിത്സ കിട്ടാതെ ഈ കേരളത്തിൽ ഒരു മനുഷ്യനും മരിക്കാൻ പാടില്ല. സർ, അതിൻ്റെ ഒരു തുടർച്ചയാണ് ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ച കേരളത്തിൽ 60 വയസ്സ് ചെറുപ്പക്കാരും ചിലപ്പോൾ മരിക്കാറുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവരിൽ ന്യൂമോണിയ ബാധിച്ച് മരിക്കുന്നു. തീർച്ചയായും അതിൻ്റെ വാക്സിൻ സാർവത്രികമായി സൗജന്യമായി നൽകാൻ ഈ ഗവൺമെൻറ് തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ സവിശേഷത തെളിയിക്കുന്നതാണ്. തീർച്ചയായും അത് ഈ ബജറ്റിൽ എടുത്തു പറയേണ്ടുന്ന പ്രശ്നമായി ഞാൻ മനസ്സിലാക്കട്ടെ.
സർ, കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 25% മാത്രമാണ് കേന്ദ്ര വിഹിതം. 75% സ്വന്തം ചെലവിലാണ് നടപ്പിലാക്കുന്നത്. ആഭ്യന്തര റവന്യൂ വർദ്ധിപ്പിക്കുന്നതിൽ സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ വകുപ്പ് എടുത്ത നടപടി ഏറെ ശ്ലാഘനീയമാണ്, അഭിമാനകരവും സന്തോഷകരവുമാണ്. സർ, ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. നികുതിയേതര വരുമാനമായി 24,898 കോടി രൂപയാണ് അധികമായി പിരിച്ചെടുക്കാൻ കഴിഞ്ഞത്. UDFൻ്റെ കാലത്ത് വാർഷിക ശരാശരി 10,455 കോടിയായിരുന്നു എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. UDFകാരുടെ ഇല്ല. ഇന്ന് നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചട്ടം 118 പ്രകാരം ഇങ്ങനൊരു പ്രമേയം കൊണ്ടുവരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് BJPക്കെതിരെ ഒരു അക്ഷരം പറയാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിച്ചു പോകുന്നത്. തീർച്ചയായും കേരളത്തിലെ ഗവൺമെൻറ്, ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ, ഇതിനെതിരെ നമ്മൾ മലയാളികളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ഈ ഗവൺമെൻറ് എടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന തെറ്റായ നിലപാടിനെതിരെ പ്രക്ഷോഭണത്തിലേക്ക് വരണം, നിങ്ങളതുമായി പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആലോചിക്കാമെന്ന് പറഞ്ഞ ശേഷം ആ ആലോചനയുടെ പാരമ്യതയിലെത്തിയതാണ് ഇന്നത്തെ ഈ ഒളിച്ചോട്ടം. അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, ഇടതുപക്ഷ MLAമാരെല്ലാം ഡൽഹിയിൽ പോയി സമരം നടത്തി. അത് കഴിഞ്ഞിപ്പോൾ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ നമ്മൾ ആ സമരം തുടരുകയാണ്. തീർച്ചയായും ജനങ്ങളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാനുള്ള ഈ പ്രവർത്തനത്തിൽ ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കാൻ കേരളം എടുക്കുന്ന മാതൃക പോലെ എല്ലാറ്റിനെയും അവരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് നിദാനമാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ഈ ബജറ്റ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ബജറ്റിന് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.